E+R=O. ഒരു ഇവൻ്റ് വരുമ്പോൾ, ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഔട്ട്കം, ഫലം. ഫോർ എക്സാമ്പിൾ, COVID-19 വന്നു. ആ സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ തകർന്നടിഞ്ഞു പോയി. എന്നാൽ ഒരുപാട് ബിസിനസ്സുകൾ പടർന്ന് പന്തലിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ചിന്തിക്കുന്ന ബൈങ് കപ്പാസിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്, ഇനി ആളുകൾക്കൊന്ന് എഴുത്തെഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന രീതിയിൽ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് പിൻവലിഞ്ഞ ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു സാധ്യതയാക്കി മാറ്റിയ ആളുകളുണ്ട്. അതായത് ഒരു ഇവൻ്റ് വരുമ്പോൾ ആ ഇവൻറ്റിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടി പറ്റണം. അതായത് ഓരോ സംഗതി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അത് വ്യത്യസ്ത രീതിയിലാണ്. ഒരുപാട് വളരെ അക്ഷമരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ച് ക്ഷോഭിച്ചാൽ എന്താണ് ഔട്ട്കം, എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിലൂടെ പെട്ടെന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. ഒരുപക്ഷെ അയാൾ ആക്സിഡൻ്റലി കടന്നു പോയതായിരിക്കാം, അയാൾ അറിയാതെ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയപ്പോൾ എങ്ങനെയോ സംഭവിച്ചതായിരിക്കാം. അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി തന്നെ ആവട്ടെ. നമ്മൾ അയാളോട് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ ഇവൻറ്റിന് നമ്മുടെ റെസ്പോണ്ട് എങ്ങനെയാണ്? റിയാക്ഷനാണ്, നെഗറ്റീവ് റിയാക്ഷനാണ്. അതോടുകൂടെ അയാളും റിറ്റാലിറ്റ് ചെയ്യുന്നു. നമ്മുടെ ടെമ്പറൊക്കെ ആകെ കൂടി, നമ്മളെ പ്രഷർ കൂടി, ആകെ ഓൾ ഇൻ ഓൾ ഔട്ട്കം എന്തായിരിക്കും? ടോട്ടലി ശോകമുഖമായിട്ടുള്ള ഒരു നെഗറ്റീവ് സംഗതിയാണ് നമുക്ക് കിട്ടുക. അതേ സമയത്ത് അങ്ങനെ കടന്നുപോയ ട്രാഫിക്കിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പല സംഗതികളുണ്ടാവും. മറ്റേ ആൾ ട്രാഫിക് നിയമലംഘനം നടത്തിയാൽ നമ്മൾ ഒരു സ്മൈലിങ്ങോടുകൂടെ പ്രതികരിച്ച് നോക്കൂ. അത് നമുക്കൊരു ആശ്വാസമാണ്, അയാൾക്കും ചെയ്ത തെറ്റിനോട് ഒരു വിരക്തി തോന്നുന്നു. ടോട്ടൽ ആ ദിവസം തന്നെ നമുക്കൊരു സന്തോഷപരമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. ഇതുപോലെ ഓരോ സംഗതികളും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ സംഗതികളും നമ്മളൊരു ജസ്റ്റ് ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിയാക്ഷനോട് കൂടി, ക്ഷോഭിക്കാതെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻ എടുക്കാതെ വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്ത് നോക്കൂ. വ്യത്യസ്ത ഇടങ്ങളിൽ നമുക്ക് കിട്ടുന്ന റെസ്പോണ്ടുകൾ വ്യത്യസ്തകരമായിരിക്കും. നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് ഓരോ ഇവൻറ്റിനെയും നോക്കിക്കൊണ്ട്, കൃത്യമായി ചിന്തിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഷുവർ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്, വലിയൊരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് E+R=O. ഔട്ട്കം തീരുമാനിക്കുന്നത്, ഈ ഒരു റെസ്പോണ്ട് തീരുമാനിക്കുന്നത്, നമ്മുടെ ആക്ഷൻ തീരുമാനിക്കുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ അസ്. നമ്മൾ മാത്രമാണ് ഈ റെസ്പോണ്ട് തീരുമാനിക്കുന്നത്. ഔട്ട്കം പിന്നീട് വരുന്നതാണ്. ആ ഔട്ട്കം വളരെ ധനാത്മകമായിട്ട് മാറണമെങ്കിൽ വി ഹാവ് ടു ഡിസൈഡ് ദാറ്റ് നമ്മുടെ റിയാക്ഷൻ എന്താണ്, നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ളത്. സോ പ്രതികരിക്കുമ്പോൾ എന്തിനും, ഓരോ ഇവൻറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓരോ ഇവൻറ്റിനും നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇത്തരുണത്തിൽ ചിന്തിച്ചാൽ എനിക്കും നിങ്ങൾക്കും വലിയൊരു മാറ്റം സംഭവിക്കാൻ വഴിയുണ്ട്. താങ്ക് യു.